നമസ്കാരം. എൻ്റെ പേര് ഡൊണാൾഡ് എന്നാണ്. ഞാൻ ഇടുക്കി ജില്ലയിൽ തൊടുപുഴയാണ് സ്ഥലം. ഞാൻ ഡിസംബർ 12-ാം തീയതിയാണ് വീഡിയോ കാണുന്നത്. ഡിസംബർ 17-ാം തീയതി തന്നെ ഞാൻ ജോയിൻ ചെയ്തു. എനിക്ക് തോന്നുന്നു ഞാൻ ജീവിതത്തിലെടുത്ത ഏറ്റവും നല്ല തീരുമാനമാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കറിയാം 10ഓളം ഫിസിക്കൽ പ്രൊജക്റ്റുകൾ അടങ്ങിയ മറ്റൊരു കമ്പനി, ക്രിപ്റ്റോ ബേസ് ചെയ്ത കമ്പനികൾ ലോകത്തിലില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ നല്ല രീതിയിലൊരു മെച്ചം ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അടുത്ത 10 വർഷത്തേക്കുള്ള ഓരോ ഫിസിക്കൽ പ്രൊജക്റ്റുകളെക്കുറിച്ചും നമ്മുടെ ഫൗണ്ടറായ ജയകുമാർ സാറിന് കറക്റ്റായിട്ടുള്ള ധാരണയുണ്ട്. അദ്ദേഹം അതിന് വേണ്ടിയിട്ട് കറക്റ്റായ രീതിയിൽ ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം 3ഓളം ലൈസൻസുകൾ നമുക്ക് ഓൾറെഡി തന്നെ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ സാമ്പത്തികമായിട്ട് രക്ഷപ്പെടാൻ പറ്റും. ഇത് സാറ് പറഞ്ഞ പോലെ തന്നെ ജനകീയ പ്രസ്ഥാനമായിട്ട് ഇത് വളരും. അടുത്ത 10 വർഷം കൊണ്ട് തന്നെ ലോകത്തിൽ അറിയപ്പെടുന്ന ക്രിപ്റ്റോ ബേസ് ചെയ്ത കമ്പനിയായിട്ട് മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുപോലെ തന്നെ ക്രിപ്റ്റോ ബേസ് ചെയ്ത് ഒരുപാട് ഫ്രോഡ് കമ്പനികൾ ഇറങ്ങുന്നുണ്ട്. അപ്പം ഇനിയിപ്പം നമ്മുടെ GCDയുമായി ബന്ധപ്പെട്ട് ഇനി വേറെ അതിന് കോപ്പി അടിച്ചുകൊണ്ട് വേറെ കമ്പനികൾ ഇറങ്ങുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജയകുമാർ സാറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. സാർ എപ്പോഴും അവൈലബിൾ ആണ്. 100% ജനകീയമായ ഈ GCD എന്ന് പറയുന്ന കമ്പനി ഞങ്ങൾക്കായിട്ട് അവതരിപ്പിച്ച സാറിന് വളരെയധികം നന്ദി പറയുകയാണ്. ഇതിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. എല്ലാവരും കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് വളരുവാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. എൻ്റെ പേര് സന്ദീപ്. ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ്. ഞാൻ ക്രിപ്റ്റോയെക്കുറിച്ച് കൂടുതൽ കേൾക്കുകയും അറിയാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ പല ക്രിപ്റ്റോകളും പെട്ടെന്ന് വരികയും ഒരു ബിൽഡപ്പ് കാണിക്കുകയും പെട്ടെന്ന് ഓടിമറയുന്നതുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. നമ്മൾ പറ്റിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കുമ്പോഴേക്കും പലർക്കും ഭീമമായ തുകയൊക്കെ നഷ്ടമായിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണാനിടയായത്. സാറിൻ്റെ ആത്മവിശ്വാസം നിറഞ്ഞ സംസാര രീതി കണ്ടപ്പോൾ ഒരു വിശ്വാസം തോന്നുകയുണ്ടായി. എന്നിരുന്നാലും നമ്മളുടെ മുന്നിൽ ഒരുപാട് കപടനാടകങ്ങൾ നടക്കുന്നത് കൊണ്ട് പെട്ടെന്നങ്ങ് വിശ്വസിക്കാനും തോന്നിയിരുന്നില്ല. പക്ഷേ സാറിൻ്റെ ആത്മവിശ്വാസം നിറഞ്ഞ സംസാര രീതിയും പ്രവർത്തനക്ഷമതയും കണ്ടപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ സ്കീമിലെങ്കിലും ചേരണമെന്ന് തോന്നുകയും സാറിനെ ബന്ധപ്പെടുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ഈ കുടുംബത്തിലൊരംഗമായി തീരുവാനും കഴിഞ്ഞു. എന്നാൽ ഓരോ ദിവസം കഴിയുന്തോറും നമുക്ക് ഈ പ്രസ്ഥാനത്തോടും സാറിനോടുമുള്ള വിശ്വാസം കൂടിക്കൊണ്ടിരിക്കുകയാണ്. സാറിൻ്റെ ഓരോ പ്രവർത്തന ശൈലിയും മറ്റും കാണുമ്പോൾ തന്നെ. സാറിൻ്റെ കഠിനമായ പ്രയത്നം കാണുമ്പോൾ തന്നെ ഇതൊരു നല്ല നിലയിൽ എത്തിച്ചേരുമെന്ന് തന്നെയാണ് വിശ്വാസം. അതിനാൽ ഇതിൽ നിന്നും കൂടുതൽ ടോക്കണുകൾ മേടിക്കുവാനും ഇതിൻ്റെ ഒരു ഭാഗമായി പ്രവർത്തിക്കാൻ എന്നാൽ കഴിയും വിധം ഇതിലൊരു അംഗത്തെ പോലെ പ്രവർത്തിക്കാനുമൊക്കെ എനിക്ക് താല്പര്യം തോന്നുന്നു. വളരെ ഉത്സാഹവും തോന്നുന്നു. സാറിന് അനുഗ്രഹവും ദീർഘായുസ്സും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. GCD ടോക്കണിനെ പറ്റി ഒരു പരസ്യം അറിഞ്ഞപ്പോൾ അത് നമുക്ക് പെട്ടെന്ന്, കാരണം സാറിൻ്റെ അതിൻ്റെ പ്രസൻറ്റേഷനും ഒക്കെ നോക്കിയപ്പോൾ എത്രയോ ഒരുപാട് കമ്പനികൾ വന്നു. ഫോറക്സിൽ അത് ഇതൊക്കെ ഒരുപാട് പേര് പറ്റിച്ചിട്ട് പോയി. അപ്പോൾ നമുക്കിങ്ങനെ പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. 2-3 നമ്മൾ തുടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ ഇതിങ്ങനെ സാറ് പറഞ്ഞപ്പോൾ 10 പ്രോജക്റ്റും നല്ല ഒരു സംരംഭമാണെന്ന്, നമുക്ക് ഇപ്പോഴൊന്നും കിട്ടിയില്ലെങ്കിലും ഭാവിയിൽ അതുകൊണ്ട് ജീവിതകാലം നമുക്ക് പറ്റിയില്ലെങ്കിലും നമ്മുടെ മക്കൾക്കെങ്കിലും അതുകൊണ്ടൊരു ഗുണമുണ്ടാവും എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടായി. ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് നമ്മുടെ പൈസകളൊക്കെ ഒരുപാട് പേര് പറ്റിച്ചിട്ട് പോയി. അപ്പോൾ സാറിൻ്റെ പ്രസൻറ്റേഷനും സാറിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമുക്കൊരു വിശ്വാസമുണ്ടായി. ഇപ്പോൾ ഇല്ലെങ്കിലും നമുക്കൊരു വർഷമോ 2 വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ ഗുണം ഉണ്ടാവുമെന്ന് നമുക്ക് പൂർണ്ണ വിശ്വാസം വന്നതുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ സാറിനെ കോണ്ടാക്ട് ചെയ്തു. സാറുമായിട്ട് സംസാരിച്ച് 10 പ്രോജക്റ്റൊക്കെ ആണല്ലോ, അത് 10 വർഷം കൊണ്ട് പ്രോജക്റ്റ് വരുമെന്നും അതിന് എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ മുമ്പ് തന്നെ എല്ലാത്തിൻ്റെയും ലൈസൻസ് തന്നെ സാറ് ഓടി കിടന്ന് കഷ്ടപ്പെട്ട് ലൈസൻസൊക്കെ ശരിയാക്കി ഓരോ കാര്യങ്ങൾക്കും അപ്പം തന്നെ ചോദിക്കുമ്പോൾ അപ്പോഴ് തന്നെ നമുക്ക് മറുപടി തരുന്നുണ്ട്. അതാണ് സാറിൻ്റെ ഏറ്റവും ഒരു പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു കാര്യം ഒരു മെസ്സേജ് അയച്ചിട്ട് എന്തെങ്കിലും ഒരു ഡൗട്ട് ചോദിച്ചാൽ സാർ അപ്പം തന്നെ നമുക്കെല്ലാം പറഞ്ഞു തരും. അതുകൊണ്ട് നമുക്കൊരു ധൈര്യമായിട്ട് നമുക്ക് ചെയ്യാം. എല്ലാവരും ചെയ്യണം. ഇതിനെ വിശ്വസിക്കാം. നമുക്ക് വിശ്വസിച്ച് ചെയ്യാമെന്ന് നമ്മുടെ ഭാവിയിലെ തലമുറയ്ക്ക് ഇതുകൊണ്ട് ഗുണമുണ്ടാവും, നമ്മുടെ മക്കൾക്കെങ്കിലും. അതുകൊണ്ട് എല്ലാവരും ഇതിൽ ഭാഗവത്താവണം എന്ന് ഞാൻ നമ്മുടെ GCD ടോക്കണിലെ മെമ്പർ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി. സാർ ഈ സംരംഭം 10 പ്രോജക്റ്റും സാർ ഉദ്ദേശിച്ചതുപോലെ നടക്കാൻ സാറിന് ദൈവം ആയുസ്സാരോഗ്യവും പ്രദാനം ചെയ്യട്ടെ. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ. എൻ്റെ പേര് ഗോപാലകൃഷ്ണൻ. ഞാൻ കൊല്ലം ജില്ലക്കാരനാണ്. ഞാൻ GCD കമ്പനിയുടെ ഒരു മെമ്പറാണ്.
ഞാൻ ഒരുപാട് മറ്റുള്ള കമ്പനികളിലൊക്കെ ഞാൻ വർക്ക് ചെയ്യുകയും എനിക്ക് നഷ്ടങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് GCD മെമ്പർ GCD കമ്പനിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അതിൻ്റെ എല്ലാ ഏകദേശം ഒരു 10ഓളം ഫിസിക്കൽ പ്രോജക്ട്സ് ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ കമ്പനി വർക്ക് ചെയ്യുന്നത്. ലോകത്തുള്ള എല്ലാ സാധാരണക്കാർക്കും ഒരു 20 ടോക്കണെങ്കിലും അവർക്ക് കിട്ടത്തക്ക രീതിയിലാണ് കമ്പനിയുടെ ചെയർമാൻ ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത്. മിനിമം ഒരു 20 ടോക്കണെങ്കിലും എടുത്തുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള എല്ലാ കുടുംബാംഗങ്ങളും ഇതിലേക്ക് ജോയിൻ ചെയ്ത് വരികയാണെങ്കിൽ അവർക്ക് ഭാവിയിലേക്ക് ഒരു നല്ല വരുമാനവും ഒരു അസറ്റ് വേണം. നമുക്ക് കുട്ടികൾക്ക് അതിൻ്റെ ഷെയർ കൊടുക്കാനൊക്കെ പറ്റുന്ന രീതിയിലേക്ക് തന്നെ ഇത് വളർന്നു വരുന്ന ഒരു സംഭവമാണ്. തന്നെയല്ല, നാളെ ഒരു അവസരത്തിൽ നമ്മുടെ എലോൺ മസ്ക് പറയുക, ഈ കമ്പനിക്കകത്തേക്ക് വരുന്ന ആൾക്കാരുടെ കൊച്ചുമക്കളെയും കൊണ്ട് ഇവിടെ സ്പേസിലൊക്കെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ഇതെല്ലാം മാറിക്കഴിഞ്ഞു, നമ്മൾ വേറൊരു തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് എല്ലാ ആൾക്കാരും ഇതിനകത്തേക്ക് ജോയിൻ ചെയ്യണമെന്ന് ഞാൻ വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു. ഓക്കെ. നമസ്കാരം, എൻ്റെ പേര് ഭാസ്കരൻ. ഞാൻ തൃശ്ശൂർ ജില്ലയിലാണ്. ഞാൻ GCDയുടെ മെമ്പറാണ്. അനസ് സാറും ജയകുമാർ സാറുമായിട്ടുള്ള ഒരു അഭിമുഖത്തിൽ നിന്നാണ് GCDയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയത്. കൂടുതൽ മനസ്സിലാക്കി തന്നെ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉള്ളത് കൊണ്ട് 2009 ബിറ്റ്കോയിൻ എന്ന ക്രിപ്റ്റോ കറൻസി ഞാൻ കേട്ടതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അത് വാങ്ങിക്കാൻ കഴിഞ്ഞില്ല. 2020-21 കാലഘട്ടത്തിൽ ക്രിപ്റ്റോ കറൻസി ബിറ്റ്കോയിൻ എന്ന ക്രിപ്റ്റോ കറൻസി വാങ്ങി വെച്ചവരൊക്കെ തന്നെ കോടീശ്വരന്മാരായ കഥ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്രിപ്റ്റോ കറൻസി ഉണ്ടാക്കാൻ പോകുന്ന തരംഗമുള്ളൊരു സംഭവമാണെന്നറിയാം. അതുകൊണ്ട് തന്നെ GCDയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ ക്രിപ്റ്റോ കറൻസി പലതരത്തിലുണ്ടെങ്കിലും എല്ലാ ക്രിപ്റ്റോ കറൻസികൾക്കൊന്നും വിലയില്ല. എന്നാൽ ബിറ്റ്കോയിന് നല്ല വിലയുണ്ട്, എത്തേറിയത്തിന് വിലയുണ്ട്, BNBക്ക് വിലയുണ്ട്. അപ്പോൾ GCD ടോക്കൺ എന്ന് പറഞ്ഞ GCD ടോക്കണിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, അവർക്ക് 10 ഫിസിക്കൽ പ്രൊജക്റ്റുമായിട്ടാണ് GCD വരുന്നത്. അതിന് എൻ്റെ MD CEO ജയകുമാർ സാറ് നല്ല ആക്റ്റീവായിട്ട് അതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിന് ലൈസൻസുകളും കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ മാസങ്ങൾക്കകം തന്നെ GCDയുടെ ഫസ്റ്റ് പ്രൊജക്റ്റായ മൾട്ടി വെൻഡർ ഇ-കൊമേഴ്സ് സൈറ്റ് ഉടനെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതുപോലെ തന്നെ GCD ന്യൂസ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് തന്നെ ഈ 2 പ്രൊജക്റ്റും സ്റ്റാർട്ട് ചെയ്താൽ തന്നെ ഈ GCDയുടെ ടോക്കൺ പമ്പ് ചെയ്യാൻ തുടങ്ങും, നല്ലൊരു വിലയിലേക്ക് എത്തും. അപ്പോൾ ഇപ്പോൾ കിട്ടിയ വിലയ്ക്കൊന്നും പിന്നീട് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ഇപ്പോൾ എത്രയും പെട്ടെന്ന് GCD ടോക്കൺ വാങ്ങി എല്ലാവരും വയ്ക്കുക, ഹോൾഡ് ചെയ്ത് വയ്ക്കുക. കാരണം ഭാവിയിലേക്ക് ഇനി വരാൻ പോകുന്നൊരു കാലഘട്ടം എന്താ ക്രിപ്റ്റോ കറൻസിയുടെ കാലഘട്ടമാണ്. അപ്പോൾ ഞാൻ വേറെ കുറേ കമ്പനികളെ ക്രിപ്റ്റോ കറൻസി കുറച്ച് വാങ്ങി ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അന്ന് 2009 ബിറ്റ്കോയിൻ വാങ്ങി വയ്ക്കാൻ കഴിഞ്ഞില്ല. 2009-2010 പല വിലയിൽ വന്നെങ്കിലും കൂടി അന്ന് വ്യക്തമായൊരു അറിവ് കിട്ടാത്തതുകൊണ്ട്, നല്ലൊരു അവയർനെസ് കിട്ടാത്തതുകൊണ്ട് വാങ്ങിച്ചു വെച്ചില്ല എന്നർത്ഥം. പക്ഷേ ഇപ്പോൾ നമ്മൾ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഇനി വരാൻ പോകുന്നൊരു തരംഗം, ഒരു റെവല്യൂഷൻ തന്നെയാണ് ക്രിപ്റ്റോ കറൻസി. അപ്പോൾ എന്തായാലും ജയകുമാർ സാറിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊള്ളുന്നു. എത്രയും പെട്ടെന്ന് നമ്മുടെ ഫിസിക്കൽ പ്രൊജക്റ്റുകളെല്ലാം 10 ഫിസിക്കൽ പ്രൊജക്റ്റുകളുമായിട്ട് വരുന്ന ഇന്ത്യയിലെ അല്ലെങ്കിൽ വേൾഡിൽ തന്നെ നമ്പർ 1 കമ്പനി ആവാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ് GCD. അതിൻ്റെ ഫസ്റ്റ് പ്രൊജക്റ്റായ GCD മാർട്ട് എത്രയും പെട്ടെന്ന് ലോഞ്ച് ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ തന്നെ നല്ലൊരു അവസരമാണ്. അപ്പോൾ GCDയെ കുറിച്ച് കൂടുതൽ അറിയാത്തവർ എത്രയും പെട്ടെന്ന് മനസ്സിലാക്കുകയും എത്രയും പെട്ടെന്ന് ഒരു 20 ടോക്കണെങ്കിലും വാങ്ങി ഹോൾഡ് ചെയ്യുക. കാരണം കമ്പനിയുടെ 10 പ്രൊജക്റ്റുകളും വരുന്നത് 2034 ഇപ്പോൾ ടോക്കൺ വാങ്ങിച്ചു വെച്ചവർക്കൊക്കെ തന്നെ കോടീശ്വരന്മാരാകാൻ ഒരു അവസരം ഞാൻ കാണുന്നുണ്ട്. അതാണ് ക്രിപ്റ്റോ കറൻസിയുടെ പവർ. എന്തായാലും ജയകുമാർ സാറിൻ്റെ നല്ല പ്രവർത്തനത്തിന് എൻ്റെ എല്ലാവിധ ഭാവുകളും ഞാൻ നേർന്നുകൊള്ളുന്നു. അതുതന്നെ എല്ലാ GCD ഫാമിലി മെമ്പേഴ്സിനും എൻ്റെ ഹൃദയംഗമായ നന്ദി, നമസ്കാരം. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് ഉമർ കോയ, മലപ്പുറത്താണ്. GCD ടോക്കൻ്റെ മെമ്പറാണ് ഞാൻ. തുടക്കത്തിൽ തന്നെ ഞാൻ GK സാറുമായി സംസാരിക്കുകയും അന്ന് തന്നെ ടോക്കൺ എടുക്കുകയും ചെയ്തു. ഇത് ഒരു നല്ല പ്രൊജക്റ്റാണ്. ഇത് നമ്മുടെ നാടിനും നാട്ടാർക്കും നമുക്കും ഉപകാരപ്രദമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനായി നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം. ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായി
പരമാവധി ടോക്കൺ എടുക്കാൻ ശ്രമിക്കുക. ടെസ്റ്റ് ചെയ്താൽ തീർച്ചയായും ടോക്കൻ്റെ വില കൂടും. അപ്പോൾ വില കൂടും. കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. നിർത്തുന്നു. നന്ദി. ഹലോ, ഹായ്, നമസ്കാരം. GCT ഗ്രൂപ്പിലുള്ള കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ GCT ടോക്കൺ പറ്റി അറിയുന്നത് യൂട്യൂബിൽ നിന്നാണ്. അങ്ങനെ അസീസ് സാറുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ടോക്കൺ വാങ്ങിയതാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അധിക ഡെവലപ്പേഴ്സോ ലൈവായിട്ട് ഉണ്ടാവാറില്ല. ഇത് നമ്മളെ ജയകുമാർ സാറ് ലൈവായിട്ട് എല്ലാ കാര്യത്തിനും ഉണ്ട്. പിന്നെ അതിൻ്റെ പിന്നിലുള്ള 10ഓളം പ്രൊജക്റ്റുകൾ എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. ഭാവിയിലേക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഫിനാൻഷ്യൽ ഫ്രീഡം ആസ്വദിക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെയാണ് ഇത്.